വായിച്ച് പോകുന്നവർക്ക് ഇതെന്താണ് ഞങ്ങളുടെ കവിതയെക്കുറിച്ച് ഒന്നും പറയാത്തതെന്ന് തോന്നണ്ട. ഇവിടുന്ന് പറഞ്ഞിരുന്നു ഒരു 3-4 കവിത കഴിയുമ്പോൾ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ്. റീന പിണറായി ഇവിടെ വായിച്ച കവിത എല്ലാവരും കേട്ട് കാണും അല്ലേ? ഒരു കവിതയ്ക്ക് വേണ്ടതായിട്ടുള്ള ധ്യാനവും കൈയടക്കവും ഒക്കെ ഉണ്ടായിരുന്നൊരു കവിതയാണ്. റീന എഴുതി തുടങ്ങുന്ന ആദ്യ നാളുകൾ തൊട്ട് തന്നെ റീനയെ വളരെ ഗൗരവത്തോടു കൂടി വായിക്കുകയും അഭിപ്രായം അറിയിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും കവിതയിൽ ഇങ്ങനെ തുടരുന്നതിൽ സന്തോഷമുണ്ട്. പിന്നെ നിഷ ആൻ്റണിയുടെ കവിതയ്ക്കുള്ളിൽ ഒരു കഥയുണ്ട് അല്ലേ? അത് കവിതയുടെ രൂപത്തിലും പോകുന്നുണ്ട്, ഇടയ്ക്ക് കഥയുടെ രൂപത്തിലേക്കും പോകുന്നുണ്ട്. കഥ എഴുതാറുണ്ടോ? അപ്പോൾ മനസ്സിലായി, കഥയാണത്. ഇവിടെ കവിത എന്ന പേരിലാണ് വായിച്ചത്. ഞങ്ങളറിയില്ല, പക്ഷേ ഞങ്ങളത് കവിത കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരു കഥ കൂടിയായിട്ടാണ് തോന്നിയത്. അപ്പോഴാണ് പറയുന്നത് അതൊരു കഥയാണ് എന്ന്. ഇത് കഥയാണ് എഴുതാറുള്ളത് അല്ലേ? അങ്ങനെ എന്തായാലും ഒരു കഥയുടെ അംശം അതിലുണ്ട്. നന്നായി. പിന്നെ ശ്രുതിക്ക് എന്തോ തിരക്കുണ്ടായിരുന്നു തോന്നുന്നു, പെട്ടെന്ന് വായിച്ചു പോയി. ഞങ്ങൾക്കൊരു തിരക്കുമില്ല, നമ്മൾ ഈ 2-3 ദിവസം കൊണ്ടായിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ഒരു കവിത വായിക്കുമ്പോൾ, ഒരു കവിത ഞങ്ങൾ കേൾക്കുകയാണല്ലോ ചെയ്യുന്നത്, കവിത വായിക്കുന്ന പോലെയല്ല കവിത കേൾക്കുന്നത്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും വരികളും ഒക്കെ ഞങ്ങളുടെ ഉള്ളിലേക്ക് എടുത്തിട്ട് അതിൻ്റെ നിങ്ങളുടേതായിട്ടുള്ള സ്ലാങ് ഉണ്ടാവുമല്ലോ, ഭാഷ, അതോടൊപ്പം നിങ്ങളുടേതായിട്ടുള്ള ഒരു പരിസരം, ഭൂമി, അതിൻ്റെ എല്ലാ മഴയും മഞ്ഞും വേനലും ഒക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ വായിക്കണം. അത് ഞങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ കേൾക്കാവുന്ന രീതിയിൽ, നിങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിലായിരിക്കണം. അതാണ് ഇത്രയും കേട്ട കവിതയിൽ നിന്നും പറയാനുള്ളത്. അതെ, നിങ്ങൾ ഈ കവിതയിലേക്ക് വരാനുള്ള സാഹചര്യമൊക്കെ പറഞ്ഞാൽ ഒന്നുകൂടി മനസ്സിലാവും. പിന്നെ ഈ ഒരു ആമുഖം ഇല്ലാതെയാണിത് പ്രിൻ്റഡ് ആയിട്ടായാലും ഓൺലൈനാണെങ്കിലും ഒക്കെ സാധാരണ നമ്മളെല്ലാവരും വായിക്കുന്നത്. അപ്പോൾ ആമുഖത്തിനേക്കാൾ അപ്പുറത്ത് രാവണേട്ടൻ പറഞ്ഞത് കൃത്യമാണ്. അതിനപ്പുറത്ത് നിങ്ങളൊന്ന് നിർത്തി വായിച്ചാൽ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇതിൽ ആദ്യത്തെ ഒരു പ്രശ്നം വെച്ചാൽ ഈ ഒറ്റ കേൾവിയിലാണ് നമ്മൾ അഭിപ്രായം പറയാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് വായിക്കുന്ന പോലെയല്ല കേൾക്കുമ്പോൾ. ഇപ്പം നിഷയുടെ കവിത, ആദ്യം നമ്മുടെ പിണറായിയുടെ കവിത, ആദ്യത്തെ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ പെടുന്ന ചിതറിത്തെറിപ്പിച്ചു കളഞ്ഞത് ആരാണെന്നൊരു ചോദ്യമാണ്. അങ്ങനെ ചോദിക്കുന്നത്, ആരാണ് ചിതറിത്തെറിപ്പിച്ച് കളഞ്ഞത് എന്ന് വെച്ചാൽ, ചിതറിത്തെറിപ്പിക്കുന്ന എന്തോ ഒന്ന് എൻ്റെ കയ്യിലുള്ള ഒരു പാവയെ ചിതറിത്തെറിപ്പിച്ച് കളയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എനിക്ക് തോന്നുന്നു, ഞാൻ ഒറ്റ കേൾവിയിലുള്ള ഇതാട്ടോ, അതായത് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു സംഭവം, ഞാൻ എൻ്റെ സ്വന്തം പാവയെ കയ്യിൽ പിടിക്കുമ്പോൾ, എൻ്റെ ഒരു സൗന്ദര്യബോധത്തെ കയ്യിൽ പിടിക്കുമ്പോൾ, എൻ്റെ ഒരു ചരിത്രബോധത്തെ കയ്യിൽ പിടിക്കുമ്പോൾ, എൻ്റെ ഒരു കുട്ടിയെ കയ്യിൽ പിടിക്കുമ്പോൾ ആരോ വന്ന് അതിനെ ചെതറി തെറിപ്പിച്ച് കളയുന്നുണ്ട്. അപ്പോൾ മറ്റൊരു ഫോഴ്സ് ഉണ്ട് എന്നൊരു തോന്നൽ ആണ് എനിക്ക് ആദ്യം ജിതേഷിനെ കുറിച്ച്. ജിതേഷ് നല്ല എന്താ പറയുക, നല്ല താളബോധത്തിൽ കവിത എഴുതാനാണ് ഇവിടെ പറഞ്ഞല്ലോ, എഴുതാൻ കഴിയുന്ന ഒരാളാണ്. കാര്യം ആ പദഘടനയൊക്കെ വളരെ നന്നായി ജിതേഷ് പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ തുടക്കത്തിൻ്റെതായ ചില കാര്യങ്ങൾ ജിതേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നിഷ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, എൻ്റെ പേര് തിരിച്ചു തരാമോ എന്ന് ചോദിക്കുന്നു. എൻ്റെ പേര് എന്ന് പറയുന്നത് സ്വത്വബോധം വരെ ആവാം, അതുൾപ്പെടെ ആവാം. അവിടെ അതിജീവിതയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ പേര് തിരിച്ചു തരാമോ എന്ന ചോദ്യം, അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കേവലം ഈ കവിതയിൽ മാത്രം ചോദ്യമല്ല, മറ്റു പല മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. പിന്നെ എനിക്ക് സംശയം വന്നു, ഈ കഥയും കവിതയും തമ്മിൽ എവിടെയാണ് ഈ വ്യത്യാസം വരുന്നതെന്ന് മനസ്സിലാവില്ല. അങ്ങനെ ഓക്കെ. പക്ഷേ ഞാനിത് കേട്ടത് ശ്രീത്ത് പറഞ്ഞ പോലെ ഒരു കഥ കേൾക്കുന്ന പോലെയാണ് ഞാൻ കേട്ടത്. കാരണം നമ്മുടെ ഈ ശില്പത്തെ സംബന്ധിക്കുന്ന വളരെ ഗൗരവമായ ഒരു ചർച്ച നമ്മുടെ ക്യാമ്പിലുണ്ടാവണമെന്നാണ് എൻ്റെ പക്ഷം. ഒന്ന് നോവലാവുന്നതും കഥ കഥയാവുന്നതും കവിത കവിതയാവുന്നതും എങ്ങനെയാണ് എന്നൊരു ചോദ്യം നമ്മൾ ഈ രചന നടത്തുന്നവർ സ്വയം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ മഞ്ഞ് എന്ന് പറയുന്ന നോവലിനെ കുറിച്ച് ONV കുറുപ്പ് സാറ് പറഞ്ഞത് ഞാൻ വായിച്ച മനോഹരമായ കവിതയാണെന്നാണ്. അപ്പോൾ കാവ്യഭാഷ എന്നൊന്നുണ്ട്. ആ കാവ്യഭാഷയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നുണ്ടോ എന്നാണ്. ഇപ്പോൾ സാധാരണ അടുക്കളയിൽ തേഞ്ഞു തീരുന്ന വീട്ടുപകരണമാണ് ഞാൻ. ഇത് സാവിത്രിയുടേതായിട്ട് കവിതയാണ്. ഒരു കവിത തുടങ്ങുന്നതിന് അടുക്കളയിൽ തേഞ്ഞു തീരുന്ന ഒരു വീട്ടുപകരണമാണ് ഞാൻ എന്ന് പറയുന്നത്. അതുപോലെ
സിവിക് മാഷിൻ്റെ രണ്ടുപേരും ഒരൊറ്റ ചുംബനം കൊണ്ട് നിന്നെ ഞാനൊരു മയിൽപ്പീലിയാക്കാം. ഗദ്യമാണ്, പക്ഷെ അവിടെ ഒരു പോയറ്റിക് ആയിട്ടുള്ള ഒരു അനുഭവം സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ട്. അത്തരം ഒരു അനുഭവം സൃഷ്ടിക്കാൻ കഴിയുന്നു. നമ്മൾ സ്വയം തന്നെ അതൊന്ന് വിമർശനമല്ലട്ടോ തന്നെ ഇത് കേൾക്കുമ്പോൾ ഉള്ള തോന്നൽ മാത്രമേ, കാരണം ഒറ്റ കേൾവിയുള്ളൂ, അതും കൃത്യമായി കേൾക്കാൻ പറ്റില്ല. ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായില്ല. ഒന്ന് പ്രായം കൂടുതലാണ്, ചെവി വളരെ പതുക്കുകയാണ്, അതൊരു കാര്യമാവാം. മറ്റൊന്ന് ഈ എക്കോ ഒരു വലിയ പ്രശ്നമാണ്. മീൻമുള്ളിൽ സത്യം പറഞ്ഞ് ഞാൻ എഴുതി വന്നോളൂ, അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, എന്നുവെച്ചാൽ അത് കവിതയിലേക്ക് ഇറങ്ങിയില്ല. തീർച്ചയായും ആ തൊണ്ടയിൽ തടയുന്ന എന്തോ അതിനകത്തുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. മാഷുള്ള പെട്ടെന്ന് ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കി, ഈ വന്നുണ്ട്. പക്ഷെ എന്നെ ഈ കവനം ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയാലല്ലേ എനിക്കിത് വായിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ സംഘാടകരാര ശക്തമായി ഞാൻ പ്രതിഷേധിക്കുന്നു. ഇല്ല, ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇതുവരെ എല്ലാം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആദ്യത്തെ കവിതകളൊക്കെ ശ്രീജിത്ത് അരിയല്ലൂർ അത് സൂക്ഷ്മമായി തന്നെ പറഞ്ഞു പോയി. അപ്പോൾ ഇതിൽ റീന പിണറായി പാവകളെ ഉണക്കാനുള്ള നഗരം എന്ന ആ കവിത, അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ആളൽ ഉണ്ടാകുന്നുണ്ട്. പണ്ട് ONV സാറ് കാബൂൾ എന്നൊരു കവിത എഴുതി. അപ്പോൾ ഈ പൊതിച്ചോറ് താഴേക്ക് വന്ന് വീഴുമ്പോൾ ഒരു വിസ്ഫോടനം, ആ പൊതിച്ചോറ് എടുക്കാൻ കരുതി നിൽക്കുന്ന കുഞ്ഞുങ്ങളും അതും ഒരുമിച്ച് ചിതറിപ്പോകുന്ന ഭീകരമായ ഒരു ഭീതിതമായ കാഴ്ച നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ റീന തുടക്കക്കാരി എന്നൊക്കെ പറഞ്ഞുവെങ്കിലും എങ്കിൽ തുടക്കം നല്ലതാണെന്നാണ് ഒരു എളിയ വായനക്കാരെന്ന രീതിയിൽ എനിക്കും തോന്നുന്നത്. കാരണം കവിത തുടങ്ങുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അവരുടെ വീട്ടുമുറ്റത്തെ പൂക്കൾക്കൊക്കെ ഓരോ പേരുണ്ടായിരുന്നു. ആ പേരുകൾക്കൊപ്പം പിന്നീട് ഇങ്ങോട്ട് പക്ഷേ ഒന്നറിയാം, പകൽ വെട്ടത്തിൽ പന്തെറിഞ്ഞ് കളിച്ച അവരിപ്പോൾ പാതിരകളിൽ ഉടുപ്പവിടെ, ബയകവിടെ, പന്തെവിടെ എന്ന് നിലവിളിച്ചുകൊണ്ട് ഓരോ മുറിയുടെയും വാതിലിൽ തുരുതുരാ മുട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കവിത വളരെ സൂക്ഷ്മമായി സമീപിക്കുന്ന ഒരു എഴുത്തിൻ്റെ ഒരു രീതി ഇതിൽ ഉണ്ട്. പക്ഷേ പറഞ്ഞ് പോകുന്നതിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഈ ഉണക്കാനിട്ടിരിക്കുന്ന പാവകൾ അത് കൃത്യമായി നമ്മിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ എഴുത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഈ കവിത എഴുതുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ പലതരത്തിലൊരു വിഷയത്തെ സമീപിക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ ആ ഒരു ഒതുക്കം ആ കവിതയിലുള്ളതായിട്ടാണ് എനിക്ക് അതിനെക്കുറെ നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുന്ന കുറച്ച് ചിത്രങ്ങളുണ്ട്. തോക്കിൻകുഴൽ ധ്യാനിച്ചിരിക്കുന്ന ഒരു പൂമ്പാറ്റയുടെ ചിത്രം. ഇതൊക്കെ ആ വിഷയത്തെ ഒന്ന് നമ്മിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കവിതയാണ് അത്. അപ്പോൾ എന്തുകൊണ്ടും ധൈര്യമായിട്ട് എഴുത്ത് തുടരാമെന്നാണ് പറയുന്നത്. ക്യാമ്പും അതിന് കൂട്ടാകട്ടെ. പിന്നെ അടുത്ത കവിത, അതെനിക്കിതിലേക്ക് വന്നില്ല, നിഷ ആൻ്റണി, പേരില്ലാത്തവൾ.